ഇതൊരു പൊടിയാ. മദർ ടീ. വാട്ട് എ പ്ലേസ്. ഇവിടെ തൂപ്പ് തുറക്കലൊന്നും ഇല്ലേ? അയ്യോ, ഞങ്ങൾ ഗുണ്ടകളങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ഞങ്ങൾ ഗുണ്ടകളുടെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അപ്പടി പൊടിയാ. നീ എത്രയും പെട്ടെന്ന് തൂത്ത് വൃത്തിയാക്ക്, അല്ലാതെ ഇവിടെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ല, അത് പിന്നെ ഞാൻ തന്നെ തൂത്ത് പറഞ്ഞു. പിന്നെ അല്ലാതെ ആര് തൂക്കാനാ? മദർ വിഷമിക്കില്ല, ഇപ്പൊ തൂക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി തരാം. വാട്ട ചായ കണ്ണില് കുത്തേം ചെയ്യുമല്ല. അടിച്ച് വൃത്തിയാക്ക പോട്ടെ. തൂത്ത് വൃത്തിയാക്ക. തൂക്കല്ലേ, ഞാൻ ഇങ്ങനെ അങ്ങനെയൊക്കെ ആക്കണ്ടേ എനിക്ക്? അങ്ങനെ അമ്മേ, മദർ, ഇതൊന്ന് പിടിക്കാവോ? ഞാനോ? പിടിച്ചു കഴിഞ്ഞാ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുമായിരുന്നു. ഞാൻ പിടിക്കണം? പിടിക്കണം. സൂക്ഷിച്ചേ, പൊട്ടും. തോക്ക് കൊള്ളാലോ. താൻ എന്താ വിളിക്കാൻ ഇത്ര ലേറ്റ് ആയത്? ഞാൻ തന്നെ എത്ര തവണ വിളിച്ചു. അമ്മയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചില മുന്നൊരുക്കത്തിലായിരുന്നു ഞാൻ. DK, ഞങ്ങളൊരു വിശദമായ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അമ്മയെ ഒളിപ്പിച്ച സ്ഥലം പോലീസ് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ടീം കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കും. താൻ പണവുമായി അമരാവതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ താൻ പോലും അറിയാതെ അവര് തന്നെ ഫോളോ ചെയ്തോളും. എന്റെ അമ്മയ്ക്കൊരു പോറല് പോലും ഏൽക്കരുത്. ഒരിക്കലുമില്ല. പോലീസ് ഇതുപോലെ എത്രയോ ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. വലിയ മിടുക്കൊന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഒരുത്തനെ തല്ലിക്കൊന്നുകൊണ്ടിട്ടത് ഒരു പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താ, അതും കോട്ടയം പോലൊരു നഗരത്തിൽ. DK, അത് പോലീസിന്റെ കഴിവുകേടല്ല. ഒരുത്തൻ കൊല്ലാനും ജയിലിൽ പോകാനും തയ്യാറായി ഇറങ്ങി തിരിച്ച അവനെ തടയാൻ ആർക്കും കഴിയില്ല. ഇവിടെ മൂർത്തിക്ക് പണമാണ് ലക്ഷ്യം, കൊലപാതകമല്ല. താൻ പേടിക്കണ്ട. പോലീസിന്റെ നീക്കങ്ങൾ അതീവ രഹസ്യമായിരിക്കും. ഒരിടത്തും ഒരു പാളിച്ചയും പറ്റില്ല. ഓക്കെ, തന്നെ എനിക്ക് വിശ്വാസം. അത് മതി. അവൻ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ പണവുമായി താൻ ഇറങ്ങുക. ബാക്കി എന്റെ ടീം നോക്കിക്കൊള്ളും. ഓക്കെ? ഹലോ, പണം റെഡിയാണല്ലോ അല്ലേ? അതെ. കൊള്ളാം DK, അമ്മയോട് സ്നേഹമുള്ള മകനാണ് നീ. പ്രസംഗം വേണ്ട. പണവുമായി ഞാൻ എവിടെയാണ് വരേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. പറയാം, ധൃതി പിടിക്കാതെ. ഇത്രയും പണവുമായിട്ട് ഒറ്റയ്ക്ക് ശ്രീരാമനെയോ ഗോകുലിനെയോ കൂടെ കൊണ്ടുപോയിക്കൂടെ? വേണ്ട, എനിക്ക് അവനെ നേരിട്ട് തന്നെ കാണണം.
ഈ പണം കൊണ്ട് അവന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെങ്കിൽ ഇതോടെ എല്ലാം തീരട്ടെ. പണം കൊടുത്താ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? എന്റെ കൃഷ്ണ, അതെ പൈസ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോ കേട്ടോ. ശരി മാഡം. അമ്മ അമ്മ അമ്മേ 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 അമ്മ എങ്ങനെ രക്ഷപ്പെട്ടു? അമ്മ ഞാൻ രക്ഷപ്പെട്ടു. അമ്മ അവർ ഉപദ്രവിച്ചോ? ആരാ അമ്മ അവിടുന്ന് രക്ഷപ്പെടുത്തിയേ? നിക്ക് ഇത് എങ്ങോട്ടായി കേറി പോകുന്നോ? ഇറങ്ങി പോൻ. എടി നിങ്ങളോടാ പറഞ്ഞ് ഇറങ്ങി പോൻ. എന്നോട് ഇറങ്ങിപ്പോൻ പറയുന്നോ? നിന്റെയൊക്കെ അമ്മായിയമ്മേടി ഞാൻ. ഹിറ്റ്ലറിന്റെ ഭാര്യ മിസ്സസ് ഹിറ്റ്ലർ. മിസ്സസ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ അമ്മ എവിടെയാടി? മുറിയിലുണ്ട്. സ്വീറ്റ് ഗേൾ. ചമ്മന്തി മിസ്സസ് ഹിറ്റ്ലറിന്റെ പ്ലേറ്റ് വെക്ക് ഡാർലിംഗ്. വക്കല്ലേ. This is my plate. മാതാശ്രീ ഫുഡ് കഴിക്കൂ. Don't worry, my girl. I am eating. This starting. മിസ്സസ് ഹിറ്റ്ലറിന് കൂടി വിളമ്പ. ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ. ഈറ്റിംഗ് സ്റ്റാർട്ടിംഗ്. അല്ല മോളെന്താ എഴുന്നേറ്റ് നിൽക്കുന്നേ? അമ്മയുടെ സൺ മിസ്റ്റർ ഹിറ്റ്ലർ. ഹായ് ബേട്ടാ, മിസ്റ്റർ ഹിറ്റ്ലർ. നിനക്ക് വിശക്കുന്നുണ്ടോ? കം കം കം. മോളെ നിന്റെ ഭർത്താവിനെ കൂടി വിളമ്പി കൊടുക്ക്. പിന്നെന്താ മാതാശ്രീ? ചേടാ ആര്യപുത്ര, come on. ആര്യപുത്രനോ? വരാൻ. ഇങ്ങനെ ബലം പിടിക്കാതെ എന്റെ പൊന്ന് ഹിറ്റ്ലർ. Come on, my son. ആവോ ബേട്ടാ, ആവോ. അമ്മ പറയുന്ന കേട്ടില്ലേ? ഫോളോ മീ. വാ ഇങ്ങോട്ട്. ആവോ ബേട്ടാ. ഇങ്ങോട്ട് വാ ഹിറ്റ്ലറെ. വാ വാ ബേട്ടാ. വാ. ബലം പിടിക്കല്ലേ? ബൈട്ടോ ഇരിക്ക്. ബൈട്ടോ ഇരിക്കേ. അങ്ങോട്ട് ഇരിക്കും ബേട്ടാ. പ്ലേറ്റ്. ഹിറ്റ്ലറിന് ഒരു ദോശയോ രണ്ട് ദോശയോ? 2 ദോശ ഇട്ട് കൊടുത്തോ മോളെ. നല്ല ഉഗ്രൻ ചമ്മന്തി. എന്താടി നീ എന്തിനാ വിളിച്ചത്? മേലിൽ ഇങ്ങോട്ട് വിളിച്ചു പോരുത്. അയ്യോ മമ്മി, കൂൾ കൂൾ. മമ്മിക്കൊരു ഹാപ്പി ന്യൂസ് തരാനാ ഞാനിപ്പോ വിളിച്ചത്. വെരി ഗുഡ് ന്യൂസ്. എനിക്ക് നിന്റെ ഒരു ഗുഡ് ന്യൂസും കേക്കണ്ട. അതെന്താ മമ്മി? ഞങ്ങളെ അപമാനിച്ചു വിട്ടിടത്തേക്കും നീ എന്തിനാ പോയത്?
നീ തിരിച്ചാ വീടിന്റെ പടി ചവിട്ടാൻ പാടില്ലായിരുന്നു. അയ്യോ, പടി ചവിട്ടിയിട്ടില്ല മമ്മി. പടിക്ക് മുകളിലൂടെ കാലെടുത്ത് വെച്ചിട്ടാ ഞാൻ ഈ വീടിനകത്ത് കയറിയത്. അല്ലെങ്കിൽ ഈ സെയിം ഡയലോഗ് ഇവിടുത്തെ മരുമക്കളും പറയത്തില്ലേ? വാഴക്കിനി, നീ എന്താ തമാശ കളിക്കാണോ? ആ മരുമക്കളും മൂന്നും കൂടി ചേർന്ന് നിന്റെ അച്ഛനെ ജോക്കർ വേഷം കെട്ടിച്ചു, പിച്ചക്കാരെന്ന് പറഞ്ഞ് അപമാനിച്ചു. അവരിവിടെ വന്ന് മാപ്പ് പറയാതെ നീ അങ്ങോട്ട് പോണ്ടാന്ന് നിന്റെ അച്ഛൻ പറഞ്ഞതല്ലേ? നീ അനുസരിച്ചോ? ഇല്ലല്ലോ. നീ ഞങ്ങളെ ധിക്കരിച്ച് വീണ്ടും അങ്ങോട്ട് പോയത് എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത്. മമ്മി, ഇവിടുത്തെ അമ്മയുടെ കാര്യം ഓർത്തിട്ടാ ഞാൻ. ഒന്നുമില്ലെങ്കിലും ആ ഹിറ്റ്ലർ നമ്മുടെ വീട് വരെ വന്ന് പറഞ്ഞതല്ലേ? ആ മര്യാദ നമ്മളും കാണിക്കണ്ടേ? ഇപ്പൊ ഞാൻ വിളിച്ചതേ മമ്മിക്ക് സന്തോഷമുള്ളൊരു വാർത്ത പറയാനാ. എന്താടി? ആ അഹങ്കാരികൾ മൂന്നും ഞങ്ങളോട് മാപ്പ് പറയാന്ന് സമ്മതിച്ചോ? അല്ല, അത് അതെ, സമ്മതിച്ചു. എന്താ നീ പറഞ്ഞേ? ആ സുന്ദരിക്കോതകള് ഞങ്ങളോട് ക്ഷമ പറയാന്ന് സമ്മതിച്ചെന്നോ? സമ്മതിച്ചു മമ്മി. ഞാനിത് വിശ്വസിക്കില്ല. ഇതിലെന്തോ ചതിയുണ്ട്. അയ്യോ മമ്മി, ഒരു ചതിയില്ല മമ്മി. എന്താണ് ഒരു കിന്നാരം? ടെറസിൽ ഉണക്കാനിട്ട തുണി കാട്ടിലാടുന്ന ഒരു ആട്ടം. വേറെന്തെങ്കിലും കുഴപ്പം വീണ്ടും ഒപ്പിച്ചോ? അതെ, അല്ല, ഞാനിപ്പോ ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. എന്ത് സങ്കടം? ധർമ്മസങ്കടം. എന്തേ, അങ്ങനെ ഒരു സങ്കടത്തെ പറ്റി കേട്ടിട്ടില്ലേ? എന്നിട്ട് നിന്റെ ധർമ്മസങ്കടത്തിന് വല്ല മുറിവോ ചതവോ പറ്റിയോ? അയ്യോ, പൊളി പൊളി പൊളി. നിങ്ങളിപ്പോ നല്ലതുപോലെ സിറ്റുവേഷൻ കോമഡി പറയാൻ തുടങ്ങിയല്ലോ. എന്റെ ഭാഗ്യേ. പഴയ മൂരാച്ചി മോന്ത കാണണ്ടല്ലോ. ഇനി നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല. ഞങ്ങളും വിചാരിച്ചില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് ഫോർഗീവ്. കം കം കം, അതേക്ക് വരൂ. ഇവരെന്താ ഒന്നും അറിയാത്ത പോലെ? ഒന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. ആ, എന്താ നോക്കി നിൽക്കുന്നേ? നോ വെയിറ്റിംഗ്, കമോൺ കമോൺ ബേബി, കമോൺ. വരൂ വരൂ, കം. ഇരിക്കൂ സുധാകരൻ, ഇരിക്കൂ ആശാലതേ. അതെ, അവര് സോറി പറഞ്ഞ ഉടനെ അങ്ങ് തലവെളുക്കാൻ നിൽക്കണ്ട. ഇനി ഒരിക്കലും ജ്യോതിമോളോട് മോശമായിട്ട് പെരുമാറില്ലെന്ന് വാക്ക് തരാൻ പാടില്ല. എനിക്കറിയാം സുധേട്ടാ, ഞാനങ്ങനെ പെട്ടെന്നൊന്നും ക്ഷമിക്കില്ല എന്ന് നിങ്ങൾക്കറിയാലോ. വാട്ട് എ ഡിസ്കഷൻ. എന്താ ഒരു സീക്രട്ട് സംസാരം? ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞതാ. ഓ, നിങ്ങൾ ഇരിക്കേ, ഞാൻ പോയിട്ട് ജ്യോതിയെ വിളിച്ചോണ്ട് വരാം. ഇരിക്കേ ഇരിക്കേ ഇരിക്കേ. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. മാറി നിൽക്കുക. ജീവിതം പുതു പുതു മോടിയിൽ മിന്നണം, പല നിറമാടണം. നാളെ ഇടവകയാകയും ഞെട്ടും തൊട്ടിടും കനവിലെ ഭൂമിയിൽ കണ്ണഞ്ചം സ്റ്റാർ പോലെ
എന്താ ഇവിടെ നടക്കുന്നത്? ഇത് വീടാണോ അതോ മാർക്കറ്റാണോ? എടി ജ്യോതി, Shut up. Call me. DK. തെറ്റിനോടും തെറ്റ് ചെയ്യുന്നവരോടും ഈ DK ക്ഷമിക്കില്ല. മേലിൽ ഈ വീട്ടിൽ ഇതുപോലുള്ള ഒരു ആർഗ്യുമെന്റ്സും പാടില്ല. അണ്ടർസ്റ്റാൻഡ്? മോളെ ജ്യോതി. അങ്കിൾ സ്റ്റോപ്പ്. ഇതൊക്കെ ബേക്കറിക്കാർ ചെയ്ത കാര്യങ്ങളാ. നിങ്ങൾക്ക് ഈ വീട്ടിൽ അപമാനം ഉണ്ടായെന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സോറി പറഞ്ഞു. അത് പറഞ്ഞോ ഇല്ലയോ? മോളെ പറഞ്ഞു DK. പിന്നെ എന്തിനാണ് ഇതൊരു ഇഷ്യൂ ആക്കുന്നത്? അപ്പോ ഞങ്ങളെ അപമാനിച്ചതോ? ജോക്കറിന്റെ ഡ്രസ്സ് ഇദ്ദേഹത്തിന് കൊടുത്തതാരാ? Tell me. നിങ്ങൾ 3 പേരിൽ ആരാ അത് ചെയ്തെന്ന് പറയൂ. അതൊക്കെ സെലിബ്രേഷന്റെ ഭാഗമല്ലേ? Shut up. You remember one thing. ഈ വീട്ടിൽ വന്ന ഗസ്റ്റിനെ അപമാനിച്ചത് അക്ഷന്തവ്യമായ തെറ്റ്. വീണ്ടും പറയുന്നു, തെറ്റിനോടും തെറ്റ് ചെയ്യുന്നവരോടും ഞാൻ ക്ഷമിക്കില്ല. ഇത് എന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്ത നിങ്ങൾ അപമാനിക്കപ്പെട്ട ഇവരോട് സോറി പറയണം. മായ, പറഞ്ഞേ പറ്റൂ. ഞാൻ സോറി പറയണമെന്നോ? യെസ്, നീ തന്നെ. ഇല്ലെങ്കിൽ നീ DKയുടെ വാക്കിന് വില കൽപ്പിക്കുന്നില്ലെന്ന് ഞാൻ കരുതും. അണ്ടർസ്റ്റാൻഡ്? ബേട്ടി, നമ്മളിൽ മുതിർന്നവരോട് സോറി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. തെറ്റ് പറ്റിയാൽ സോറി പറയുന്നതേ പറയുന്നവരുടെ അന്തസ്സേ കൂടത്തേ ഉള്ളൂ. പക്ഷേ പറഞ്ഞില്ലെങ്കിലോ നിങ്ങൾ മര്യാദ ഇല്ലാത്തരാന്ന് DK കരുതും. നോ മായച്ചി, ചേച്ചി സോറി പറയേ. ഇഡിയറ്റ്. നീ എന്തിനാ ഇടയ്ക്കേറി സംസാരിക്കുന്നേ? എവിടെ നിന്റെ ഭർത്താവ്? ആ തിരുമടനെ ഇങ്ങ് വേഗം വിളിക്ക. എന്തിനാ എന്റെ ഭർത്താവിനെ ഇതിലേക്ക് വലിച്ചെടുക്കുന്നേ? രണ്ടിനെയും പിടിച്ച് പുറത്താക്കാൻ. എന്താ ഇത്? നമ്മുടെ ഭാഗം കേൾക്കാതെ വിധി പറയാണോ? ഏ ഫുൾ. നിനക്കും ഈ വീടിന് പുറത്തു പോകാൻ ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ ഇദ്ദേഹത്തോട് സോറി പറയും. ചേട്ടന് പറ്റെങ്കിലേ ഒന്ന് ഇളക്കി തരുമോ? വല്ല ബോധമുണ്ടോ നിനക്ക്? നിന്റെ വീട്ടുകാരെ വിളിച്ച് സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കാനേ പറഞ്ഞോളൂ. അല്ലാതെ അവരുടെ മുന്നിൽ ഈ നായ്ക്കോലം കെട്ടി നാടകം കളിക്കാൻ ആര് പറഞ്ഞു? കൊള്ളാം. എന്റെ തനി കോലത്തില് ഞാൻ അവരുടെ മുന്നിൽ സമാധാനം പറയാൻ ചെന്നിരുന്നെങ്കിലേ അവരെല്ലാരും കൂടി എന്നെ വലിച്ചു കീറി 16 ഒട്ടിച്ചേനെ. ഇപ്പം നിങ്ങളുടെ ഗെറ്റപ്പിൽ ചെന്നതുകൊണ്ട് അവർക്ക് എന്നോടൽപ്പം ബഹുമാനമൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അല്ല, ഈ കറക്റ്റ് ടൈമിൽ നിനക്ക് ഈ തലതിരിഞ്ഞ ബുദ്ധി എവിടെ നടി കിട്ടുന്നത്? എന്റെ ഈ ബ്രെയിൻ വളരെ ഷാർപ്പാണ് മാഷേ. കൂർമ്മ ബുദ്ധി. ഇത് കൂർമ്മ ബുദ്ധിയല്ല, കുരുട്ടുബുദ്ധിയാ, കുരുട്ടുബുദ്ധി. നിന്നെ അവർ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. ഇല്ലെങ്കിൽ ദൂതുമായി ലങ്കയിൽ പോയ ഹനുമാനെ പോലെ അവരെല്ലാം കൂടി വാലിൽ തീ കത്തിച്ച് വിട്ടേനെ. അതിന് എനിക്ക് എവിടെ വാല്? പിന്നെ വാലിൽ കത്തിയ തീ കൊണ്ട് ഹനുമാൻ ലങ്കാ നഗരം മുഴുവൻ അഗ്നിക്കിരയാക്കി എന്നാ ബാക്കി കഥ. അത് മറക്കണ്ട. അല്ലാതെ തന്നെ നീ ഇവിടെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വെച്ചേക്കുവാണല്ലോ. ഇതെന്താ 2 സ്റ്റാച്ചു പോലെ ഇരിക്കുന്നേ? അമ്മ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ? കുക്ക് ചെയ്യുന്ന കാര്യല്ലേ? മായച്ചിയോടെ വാ. അങ്ങനെ VIP കളിച്ച് മാറി നിൽക്കാൻ ഞങ്ങള് സമ്മതിക്കില്ല.
ചേച്ചിയോടല്ലേ ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞത്? ഞങ്ങളോട് സഹായിക്കാനല്ലേ പറഞ്ഞുള്ളൂ. വന്ന് വന്ന് നിനക്കെന്നെ ഒരു വിലയും ഇല്ലതായ ചിത്രേ. നിന്നെ ദുബായിൽ ഭർത്താവിന്റെ അടുത്തേക്ക് അയക്കാത്തതിന്റെ ദേഷ്യം ഇതുവരെയും തീർന്നില്ലേ? ഞാനല്ല അതിന് ഉത്തരവാദി. അമ്മ വന്ന് ചോദിച്ചാ എന്തു പറയണം? ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലെന്നോ അതോ ഉണ്ടാക്കാമെന്നോ? പോയതിന്റെ അതേ വേഗത്തില് നമ്മുടെ അമ്മായിയമ്മ തിരിച്ചു വന്നു. ഇപ്പതേ കുടുംബം മൊത്തം വന്നു. അടുക്കള പണി ചെയ്യാൻ നമ്മളും. അവളെ പുറത്താക്കാൻ ചേച്ചിയെ കൊണ്ട് ജന്മത്ത് കഴിയില്ല. അവളിപ്പോ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുന്നത്. നമ്മളെ കൊണ്ട് സാരിയും പറയിപ്പിച്ചു. ഇപ്പൊ നമ്മളെ അടുക്കളയിലും ആക്കി. ഇനി അവൾക്ക് വേണ്ടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അവള് വന്ന് നന്നായി കഴിച്ചിട്ട് പോകും. എന്തൊരു ഗതികേടായത്. ഈ ഗതികേട് തൽക്കാലം നമ്മൾ സഹിച്ചേ പറ്റൂ. അവസരം വരും. അപ്പൊ അവളെ നമുക്കിവിടുന്ന് ഇറക്കി വിടാം. തൽക്കാലം അമ്മ പറഞ്ഞതനുസരിക്കാം. അങ്കിൾ എന്നോട് അനുവാദം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. പറഞ്ഞോളൂ അങ്കിൾ, ഞാൻ എന്താ ചെയ്യേണ്ടത്? കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വീട്ടിലേക്ക് ഇതുവരെ വന്നില്ല. നാട്ടുകാരും അയൽപ്പക്കാരും ഒക്കെ മരുമകനും മകളും എന്താ വിരുന്നിന് വരാത്ത എന്നൊക്കെ ചോദിക്കുന്നു. നാട്ടുകാരും മാത്രമല്ല, ബന്ധുക്കളും പറഞ്ഞു തുടങ്ങി. ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി അവര് ചോദിക്കും. മരുമകനല്ലേ, വിരുന്ന് ചെല്ലേണ്ടത് അവന്റെ കടമയല്ലേ. 2 ദിവസം കഴിഞ്ഞ കുടുംബക്ഷേത്രത്തിൽ ഉത്സവ. വിളിച്ചാ വിളിയേക്കുന്ന ദേവിയാ. ഈ ഉത്സവത്തിന് നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ചടങ്ങുകളൊക്കെ വീട്ടിൽ വെച്ച് തന്നെ. വൈ നോട്ട്? തീർച്ചയായിട്ടും വരും. അല്ലേ മോനെ? അവൻ വരും, തീർച്ചയായിട്ടും അവൻ വരും. എന്റെ പ്രോഗ്രാം ഇപ്പൊ പറയാൻ പറ്റില്ല. വാട്ട് പ്രോഗ്രാം? അമരാവതി ടു PK റെസ്റ്റോറന്റ്, അതല്ലേ നിന്റെ പ്രോഗ്രാം? അതൊക്കെ നമുക്ക് മാറ്റാം. സുധാരണരെ, വി വെൽക്കം. ഹാപ്പി ആയിട്ട് ഗോ. ഒരുപാട് സന്തോഷമുണ്ട് പത്മാവതി അമ്മേ. ഒരു പെൺകുട്ടിയുടെ അച്ഛനല്ലേ, ദേഷ്യം കൊണ്ട് കുട്ടികളോട് എന്തൊക്കെയോ പറഞ്ഞു. വലിയ മനസ്സുകൊണ്ട് നിങ്ങൾ എന്റെ കുട്ടിയെ വീണ്ടും സ്വീകരിച്ചു. മകൾ ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നതാ ഏതൊരച്ഛന്റെയും സന്തോഷം. ഡോണ്ട് വറി സുധാരണരെ, ഐ കെയർ. ഞാൻ നോക്കിക്കോളാം. ഉത്സവത്തിന് DK വരുമല്ലേ? വരും, ഞാൻ കൊണ്ടുവരും. നോ ചേഞ്ച്. പത്മാവതി അമ്മയുടെ വാക്ക് എനിക്ക് വിശ്വാസം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ലെങ്കിലും ഹിറ്റ്ലർ ഭരിക്കുന്ന രാജ്യത്ത് രാക്ഷസന്മാരല്ലേ ഉണ്ടാവുള്ളൂ. ചിലപ്പോ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിച്ചു എന്ന് വരും. മനുഷ്യത്വം ഉണ്ടാവൂന്ന് വിചാരിച്ചത് എന്റെ തെറ്റാണ് ചേട്ടാ. അല്ലെങ്കിലും ക്രിക്കറ്റ് ബോൾ കുഴിച്ചിട്ടാ ക്രിക്കറ്റ് മരമൊന്നും വളരില്ലല്ലോ. അല്ല, വീട് വാർക്കുന്ന കമ്പിയിൽ വീണ വായിക്കാനും പറ്റില്ല. ചിലന്തി നൂലിൽ പിടിച്ച് എവറസ്റ്റ് കയറാനും പറ്റില്ല. കിണർ കുഴിക്കും മുമ്പ് വെള്ളം കോരാനും പറ്റില്ല. സ്റ്റോപ്പ് ഇറ്റ്. നിനക്കെന്താ ഭ്രാന്താണോ? ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത മണ്ടത്തരങ്ങൾ പറയുന്നത് എന്തിനാ? സില്ലി മാൻ, ഇതൊന്നും മണ്ടത്തരങ്ങളല്ല, മൊഴിമുത്തുകളാണ് ചേട്ടാ, മൊഴിമുത്തുകൾ. അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇനി നിന്നോട് സംസാരിച്ച ഞാൻ വല്ല ഭ്രാന്താശുപത്രിയിലും പോകേണ്ടി വരും. അപ്പോ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് സമ്മതിച്ചേ? സ്റ്റോപ്പ്. ഗെറ്റ് ഔട്ട് ഇഡിയറ്റ്. എടി ഇറങ്ങി പോവാൻ. ഇങ്ങോട്ട് ഇറങ്ങി കഴുത. ശ്രീ, വർക്കേഴ്സിന് ശമ്പളവും അലവൻസും കൊടുക്കണം. ശരി DK.
നമുക്കും കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടും. ആദ്യം വർക്കേഴ്സിന് ശമ്പളം കൊടുക്കുന്ന കാര്യങ്ങൾ നോക്കും. ശ്രീ പറയാൻ എന്താ മായ, നിനക്കെന്താ പറയാനുള്ളത്? അല്ല, ഞങ്ങളെല്ലാവരും കൂടി മൂന്നാറിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. ഈ സമയത്താണെങ്കിൽ അതിന് മറ്റു തടസ്സങ്ങളില്ല. അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത കാര്യം തന്നെയാണ് മായയും പറഞ്ഞത്. ഒരു ഫാമിലി ടൂർ മൂന്നാറിലേക്ക്. നമ്മുടെ റിസോർട്ടിൽ ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്ത് കഴിഞ്ഞു. കുറച്ചു ദിവസം എല്ലാത്തിനും അവധി. എന്തു പറ്റി? മുഖത്ത് വല്ലാത്തൊരു കനം. വല്ല കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കും തൊണ്ടേ കുടുങ്ങിയോ? നോ ടച്ച്. പറഞ്ഞു കേൾക്കാത്ത പിള്ളേരുമായിട്ട് നോ കമന്റ്. അതിന് അമ്മ പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ആരാ കേൾക്കാത്തത്? നീ തന്നെ അല്ലതാരാ? അതിനിപ്പോ ഞാനെന്ത് ചെയ്തു? എന്റെ വാക്ക് നിഷേധിച്ചില്ലേ? സുധാകരൻ നായരോട് ഉത്സവത്തിന് ചെല്ലാവെന്ന് പറഞ്ഞത് ഞാനല്ലേ? അത് നീ വല്ല വിലയും കൽപ്പിച്ചോ? അതുകൊണ്ടല്ലേ നീ മൂന്നാറിൽ പോകാൻ തീരുമാനിച്ചത്? അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? മനസ്സ് പറയുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് അമ്മ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്? അങ്ങോട്ട് പോകണ്ടെന്നാ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നത്. അതെ, സ്വന്തം മനസ്സ് മാത്രം കണ്ടാ പോരാ, ഇടയ്ക്ക് മറ്റുള്ളവരുടെ മനസ്സുകൂടി ഒന്ന് കാണണം. ജ്യോതി ആരാ? യുവർ വൈഫ്. സുധാകരൻ നായർ ആരാ? യുവർ ഫാദറിലോ. ആ വീട് എന്റെ വൈഫ് ഹൗസാ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ അവിടെ വിരുന്ന് പോയിട്ടുണ്ടോ? അവരുടെ ബന്ധുക്കൾ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇതുപോലുള്ള അവസരങ്ങളാ എല്ലാരും തമ്മിൽ കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിയുന്നത്. ഒരു ഉത്സവം ഉരുട്ട് എത്ര നാളായി. നീ ആയിട്ട് ആ കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാക്കരുത്. മൂന്നാം ട്രിപ്പ് ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് ജ്യോതിയുടെ വീട്ടിൽ ഉത്സവത്തിന് പോണം. അമ്മ എന്തു പറഞ്ഞാലും അവിടേക്ക് പോകാൻ ഞാനില്ല. വേണമെങ്കിൽ മൂന്നാർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം, മറ്റെവിടേക്കെങ്കിലും പോവാം. എന്നാലും ആ ബേക്കറിക്കാരുടെ വീട്ടിലേക്ക് ഉത്സവം ആഘോഷിക്കാൻ ഞാൻ വരില്ല. നിനക്കെന്താ അവരോട് ഇത്രയ്ക്ക് വിരോധം? അവർ നിന്നോട് എന്ത് ദ്രോഹമോ ചെയ്തേ? അവരൊന്നും ചെയ്തില്ലായിരിക്കാം, പക്ഷെ അങ്ങോട്ട് പോകാൻ എന്റെ മനസ്സിന് ഇഷ്ടമല്ല. അമ്മ എത്ര നിർബന്ധിച്ചാലും ഞാൻ വരില്ല. തീർച്ചയാണോ? അതെ, നാളെ നമ്മൾ മൂന്നാറിലേക്ക് പോകും. അമ്മ പോയി അതിനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോളൂ. എന്താ എന്താ പ്രശ്നം? നിങ്ങളെന്താ ടെൻഷനാകാതെ നിൽക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മയെ കാണാനില്ല ഡി കെ. ഞങ്ങൾ ഈ വീട്ടിൽ എല്ലായിടത്തും നോക്കി. അമ്മ ഒരിടത്തും ഇല്ല. നീയാണോ ഇതിന് പിന്നിൽ? പറയടി, അമ്മ എവിടെ? ഞങ്ങളുടെ യാത്ര കുളവാക്കാൻ നീ അമ്മ ഒളിപ്പിച്ചതാണോ? ദേ, അധികം ഡ്രാമ കളിക്കരുത്. അതുകൊള്ളാം. ഞാൻ എന്താ ചെണ്ടയാണോ ഇങ്ങനെ എല്ലാത്തിനും കയറി അങ്ങ് തല്ലാൻ? ഈ വീട്ടിൽ നിന്ന് ആരെ കാണാതായാലും ഞാനാണ് ഉത്തരവാദി. ഇങ്ങനെ പോയാൽ നാളെ ഈ നാട്ടിൽ നിന്ന് കൊറോണ കാണാതായാലും നിങ്ങൾ എന്നെ സംശയിക്കുമല്ലോ ചേട്ടാ. അമ്മ എവിടെ പോയെന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എന്താ ഹിറ്റ്ലറെ, അമ്മ ഫോൺ എടുക്കുന്നില്ലേ? ഈ അമ്മ ഇത് എവിടെ പോയി കിടക്ക? ഒന്ന് ഫോൺ എടുക്കമ്മേ. മൂന്നാർ പ്രോഗ്രാം ക്യാൻസൽഡ്.
മക്കളെ മരുമക്കളെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ജേർണി. അപ്പൊ ശരി, ബൈ. എന്താണ് ഒരു ഛേ ഛേ? എന്തു പറ്റി? ഒരു കട്ടൻ ചായ എടുക്കട്ടെ? എന്തിന്? അല്ല, ഈ കട്ടൻ ചായയില് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുടിച്ചാലേ വയറുവേദനയ്ക്ക് നല്ലതാ. സ്റ്റോപ്പ് ഇറ്റ്. ഒരിക്കലും ചെയ്യരുതെന്ന് തീരുമാനിച്ചെന്താണോ അത് തന്നെ ചെയ്യേണ്ടി വരുമ്പോ ആർക്കായാലും ഭ്രാന്ത് പിടിക്കും. ഓഹോ, അതിനു മാത്രം വലിയ കാര്യം എന്താണാവോ? ആഗോള താപനിലയിൽ മാറ്റം വന്നതാണോ? അതോ മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാടിന് കൊടുത്തതോ? ആ പ്രശ്നമാണോ? മതി പരിഹാസം. എടീ, നിന്നോടൊരുമിച്ച് നിന്റെ വീട്ടിലേക്ക് വരില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന, ഇപ്പൊ അതും ചെയ്യേണ്ടി വന്നു. എന്റെ വിധി. ഓഹോ, അപ്പൊ എന്റെ കൂടെ വരാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടാ? അതെ. ആ, എന്നാ പിന്നെ നിങ്ങളങ്ങ് നോക്കാം. ഞാൻ ഉത്സവത്തിന് നിങ്ങളുടെ കൂടെ വരുന്നില്ല, പോരെ? ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിന്നോളാം. അവിടെ ചെന്ന് അമ്മയോട് ഇങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞാ മതി. എന്ത്? ഞാൻ കൂടെ വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന്. ഈ ബാഗെടുത്തിന് തലയ്ക്ക് ഒറ്റ അടി വെച്ചെന്നാണല്ലോ. അല്ലെങ്കിൽ വേണ്ട, നിന്നെ ഇതിനകത്ത് കുത്തി തിരികെ കൊണ്ടുപോകും ഞാൻ. ആളുകൾ കരുതും ബാഗിനകത്ത് ശവമാണെന്ന്. സമയമില്ലാത്ത നേരത്ത് മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക് വരാൻ നോക്ക്. എനിക്ക് മര്യാദയില്ല. ഞാൻ വരുന്നുമില്ല. വരുന്നില്ലേ? ഇല്ല. എന്നെ കുരങ്ങളിപ്പിക്കണോ നീ? അല്ല, സങ്കടം.